സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്രൈം ആൻഡ് സൊസൈറ്റിയിലെ ആദ്യ പാഠമായ ഇൻട്രൊഡക്ഷനാണ്. ആദ്യമായി ഇൻട്രൊഡക്ഷൻ പരിശോധിക്കുമ്പോൾ ഒരു ക്രൈം എന്നാൽ അവിടെയുള്ള നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നതിനാണ് ക്രൈം എന്നുള്ളത് പറയാം. അപ്പോൾ ആ ഒരു നിയമലംഘനം കവർച്ച ആവട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവർക്കൊരു വേദന നൽകുന്നതാവട്ടെ, അങ്ങനെ എന്തും ആവാം ഒരു ക്രൈം. ഇനി അടുത്തതായി കൺസെപ്റ്റ് ഓഫ് ക്രൈം. അപ്പോൾ എ ക്രൈം ഈസ് എനി ആക്ട് വെദർ ഡൺ ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി. അഥവാ ഒരു ക്രൈം എന്നാൽ ഒരു പ്രവർത്തനമാണ്. അത് കരുതി കൂട്ടിയാണെങ്കിലും അറിയാതെ വന്നതാണെങ്കിലും അതൊരു നിയമലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ക്രൈം എന്നത് മീനിങ് അന്വേഷിക്കുമ്പോൾ എ ക്രൈം ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഒഫൻസ് ദാറ്റ് ഇൻവൈറ്റ്സ് കണ്ടംനേഷൻ. അഥവാ ഒരു ക്രൈം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്, അഥവാ അതിന് ശിക്ഷിക്കൽ അനിവാര്യമായ ഒരു കുറ്റകൃത്യമാണ് ക്രൈം അർത്ഥമാക്കുന്നത്. ഇനി ഇന്ത്യൻ പീനൽ കോഡ് ക്രൈമിന് മീനിങ് വെക്കുന്നത് any act which is socially in violation towards breaches of those values which is protected by the state government is an actual crime. അഥവാ സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിയമങ്ങളിലെ ലംഘനം, ആരെങ്കിലും നിയമലംഘനം ചെയ്താൽ അതൊരു ക്രൈമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈം. അത് ഒന്നാമതായി മെൻസ്രിയാണ്. അഥവാ ഈ പ്രതി തന്നെ താൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കലാണ് മെൻസ്രിയ. ഇനി ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോമ, അതായത് ക്രൈമിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഭാഗമാണ് ആക്ടസ് റിയസ്. ഈ തെറ്റ് ചെയ്ത ആൾ അനിവാര്യമായിട്ടും ചെയ്ത ഒരു കൃത്യമാണ് ഈ ആക്ടസ് റിയസ്. അഥവാ മൂന്നാമത്തെ ഇനി പണിഷ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എനി പണിഷ്മെൻറ്റ് സഫറിങ് ലോസ് പെയിൻ ഓർ അതർവൈസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ എ പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ദർ ക്രൈം. അഥവാ മറ്റൊരാളുടെ മേൽ പ്രഹരമേൽപ്പിക്കുക, അതായത് ലോസ്, പെയിന്, അഥവാ നാശനഷ്ടങ്ങൾ, മറ്റുള്ളവരുടെ മേൽ വേദന ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്കൊക്കെയാണ് ഈ പണിഷ്മെൻറ്റ്. ഇനി പ്രൊഹിബിറ്റഡ് ആക്ട്. നിലവിലുള്ള നിയമങ്ങളുടെ ഒരു ലംഘനമാണ് അത്. ഇനി തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് ഇൻ ലോ. ഒന്നാമതായിട്ട് റിട്രിബ്യൂട്ടീവ് തിയറി, അഥവാ റിറ്റാലിയേഷൻ ഓർ പേ ബാക്ക്, അഥവാ കിസാസ് എന്ന് പറയുന്നത് പോലെയുള്ളതാണ്. എ ടൂത്ത് ഫോർ ടൂത്ത്. ഒരു പല്ല് ആരെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ അവൻ്റെ പല്ല് എടുക്കുക ശിക്ഷയായിട്ട്. അതാണ് റിട്രിബ്യൂട്ടീവ് തിയറി അഥവാ കിസാസ് എന്നൊക്കെ പറയപ്പെടുന്ന. ഇനി അഥവാ രണ്ടാമതാണ് ഡിറ്ററൻറ്റ് തിയറി. അഥവാ ഈ ഒരു അടുത്തതായി പറയുമ്പോൾ ഡിറ്ററൻറ്റ് തിയറിയാണ്. അഥവാ ഒരുത്തൻ ഒരു ക്രൈം ചെയ്താൽ അവന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവർ ആ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിറ്ററൻറ്റ് തിയറി. ഇത് മുന്നോട്ട് വെക്കുന്നത് ബെന്താം എന്നുള്ള വ്യക്തിയാണ്. ഈ മൂന്നാമതായി പ്രിവെൻറ്റീവ് തിയറിയാണ്. അഥവാ അതും മേലെ പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റം ചെയ്ത ആൾക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നതിലൂടെ അത്തരത്തിലുള്ള കുറ്റങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയും എന്നുള്ളതാണ്. ഇനി റിഫോർമാറ്റീവ് തിയറി, അതായത് ഇറ്റ് ഈസ് റിഗാർഡ് ആസ് മോസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്. അഥവാ മനുഷ്യത്വമുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യത്വപരമായിട്ടുള്ള അപ്രോച്ച് സ്വീകരിച്ചൊരു തിയറിയാണ് റിഫോർമാറ്റീവ് തിയറി. അഥവാ ഈ കുറ്റം ചെയ്ത ആളെ മാറ്റുക, ചേഞ്ചിങ് ദി ഒഫൻഡർ ദാൻ പണിഷിങ്. അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനേക്കാളും ഉത്തമം ഈ ഒഫൻഡറെ എന്തെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കുക, അത്തരത്തിലുള്ളൊരു നിയമം മുന്നോട്ട് വെക്കുന്നതിലൂടെയാണ് ഈ റിഫോർമാറ്റീവ് തിയറി മുന്നോട്ട് വെക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്. സെക്ഷൻ 53 ഓഫ് IPC പ്രൊവൈഡ്സ് ദി ഫോളോയിങ് പണിഷ്മെൻറ്റ്സ്. ഒന്നാമത് ഡെത്ത് സെൻറ്റൻസ്, അതായത് വധിക്കൽ. ഒരാളൊരു കൊലപാതകമോ അല്ലെങ്കിൽ അത്തരം ക്രൈമുകളൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ് ഡെത്ത് സെൻറ്റൻസ്. ഇനി ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അഥവാ ജീവപര്യന്തം തടവ് ശിക്ഷ. ഇനി ഇംപ്രിസൺമെൻറ്റ് അഥവാ ഒരു നിശ്ചിത കാലം ചെറിയ കുറ്റങ്ങൾക്കൊക്കെ
ശിക്ഷയായിട്ട് നൽകുന്നതാണ് ഇംപ്രിസൺമെൻറ്റ് അഥവാ നിശ്ചിത കാലം തടവ് ശിക്ഷ കൊടുക്കൽ. ഇനി അടുത്തതായി ഫോർഫെയ്ച്ചർ ഓഫ് പ്രോപ്പർട്ടി അഥവാ ഈ കുറ്റം ചെയ്ത ആളിൽ നിന്ന് അല്പം പ്രോപ്പർട്ടി കൈപ്പറ്റുക ഫൈനായിട്ട്. ഇനി അഞ്ചാമതായിട്ട് ഫൈൻ അഥവാ ഒരു നിശ്ചിത തുക ഈ കുറ്റവാളിയിൽ നിന്നും ഈടാക്കുന്നതിനെയാണ് ഫൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു കുറ്റം ചെയ്യാൻ ശ്രമിക്കലും ഒരു കുറ്റത്തെ പോലെ കണക്കാക്കുന്നതാണ് എന്നാണ്. ഇനി എലമെൻറ്റ്സ് ഓഫ് എ ക്രിമിനൽ ഒഫൻസ് 5 എലമെൻറ്റ്സാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്നാമത്തെ ഹ്യൂമൻ ബീയിങ്, മെൻസ് റിയ, ഇഞ്ചുറി, ആക്ടസ് റിയ. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ആക്ടസ് റിയ, മെൻസ് റിയ എല്ലാം. ഇനി പ്രധാനമായിട്ടുള്ള ഒന്നാണ് കോസസ് ഓഫ് ക്രൈം. ഒരു ക്രൈം ഒരാൾ ചെയ്യുമ്പോൾ പല പല ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു പ്രതി ഇത്തരം കുറ്റം ചെയ്യുന്നത്. അതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീഡ്, ഒന്നല്ലെങ്കിൽ അവൻ്റെ അത്യാഗ്രഹം, അല്ലെങ്കിൽ അവൻ്റെ ഒരു സമൂഹത്തിൽ സ്ഥാനം കൂടാൻ, അങ്ങനെയൊക്കെയാണ് ഈ കുറ്റം ചെയ്യുന്നത്. അല്ലെങ്കിൽ കിസാസായിട്ട് അഥവാ പകരം വീട്ടുക, പിന്നെ അല്ലെങ്കിൽ അഹങ്കാരം, അത്യാഗ്രഹം എന്നീ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഒരാൾ ഒരു ക്രൈം ചെയ്യുന്നത് എന്നാണ്. ഇനി 5ഓളം കോസ് വിശദമായിട്ട് ശേഷം പറയുന്നുണ്ട്. അടിയിൽ നേരെ വിശദീകരിച്ച് പറയുന്നതാണ് കോസ് ഓഫ് ക്രൈം ആൾസോ ഇൻക്ലൂഡ്സ് നാച്ചർ അഥവാ ഒരു ക്രൈം ചെയ്യുമ്പോൾ അവൻ്റെ നാച്ചറിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നതാണ്. കാരണം അധികം ഒരു യങ്ങർ പീപ്പിളാണ് അധികവും ക്രൈം ചെയ്യുന്നത് എന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഡാറ്റ അനുസരിച്ച് പറയുന്നത്. കാരണം ഒരു 25 വയസ്സാകുന്നത് വരെ ആരും ഫുള്ളി ആയിട്ടും മെച്യൂർ ആയിരിക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു നേച്ചർ കൊണ്ടാണ് അവൻ ഓരോ ക്രൈം ചെയ്യുന്നത് എന്നാണ്. ഇനി അടുത്തതായി നെർച്ചർ അഥവാ ഒരാളൊരു പാവപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അവന് ഒരു കള്ള് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പീർ പ്രഷർ അഥവാ സമപ്രായക്കാർ അവനെ ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നുള്ള കാരണത്ത് കൊണ്ടാണ് ഈ ഒരു ക്രൈം ചെയ്യുന്നതാണ് നെർച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമതായിട്ട് ഡെപ്രിവേഷൻ അഥവാ ദാരിദ്ര്യം. ഈ ഒരാളുടെ ദാരിദ്ര്യം ഒരു ക്രൈം ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് വാസ്തവം. ഇനി മൂന്നാമതായിട്ട് ആൽക്കഹോളാണ്. അവൻ ഒരു മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് അവൻ്റെ ബുദ്ധി പോവാനും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ഇത് സഹായിക്കുമെന്നാണ് വാസ്തവം. കോൺസിക്വൻസസ് ഓഫ് ക്രൈം, പരിണിത ഫലങ്ങൾ. ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളാണ് അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും, മറ്റൊരാളുടെ ദേഷ്യപ്പെട്ടായിരിക്കും ഇത്തരം കുറ്റങ്ങൾ ചെയ്യൽ. പക്ഷേ ഇത് സമൂഹത്തിൽ തെറ്റായൊരു പരിണിത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അധിക പേരും നല്ല ദേഷ്യത്തിലാവും, ആംഗ്രി ആവും, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായേക്കാം എന്നാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്വയം കിട്ടാത്തൊരവസ്ഥ പോലെ ഉണ്ടാക്കുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമതായി നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും, തളർച്ച, അതുപോലെ തന്നെ ധാരാളം അസുഖങ്ങളൊക്കെ വയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളെ തന്നെ കുറ്റം ചെയ്യും. അതുപോലെ തന്നെ ഈ അഞ്ചാമതായിട്ട് നമുക്ക് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷന്, ഇൽനെസ്സൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ കോസ് ഓഫ് ക്രൈം വിശദീകരിച്ച് പറയുകയാണ്. ഒന്നാമതായി ഫിനാൻഷ്യൽ കണ്ടീഷനാണ്. ഒരാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒരു ക്രൈമിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരാളിപ്പോൾ 20,000
കുട്ടികൾ ഒരു വർഷവും പോവർട്ടി കാരണത്താൽ മരിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്തരം ഒരു പോവർട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പല പല കുറ്റങ്ങളും മോഷ്ടിക്കലൊക്കെ ധാരാളം അധികരിച്ചു വരും. അതുപോലെ തന്നെ രണ്ടാമതായി പ്രധാനമായിട്ട് പിയർ പ്രഷറാണ്. അഥവാ സമപ്രായക്കാർ അവനെ ഒരു ക്രൈം ചെയ്യാൻ പറഞ്ഞു വിടൽ. ധാരാളം 15 മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് 15 മുതൽ 17 വരെയുള്ള കുട്ടികളിൽ ധാരാളം കുറ്റം ചെയ്യാനുള്ള ത്വര വർദ്ധിപ്പിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ പിയർ പ്രഷർ പറയുമ്പോൾ നമ്മൾ സമപ്രായക്കാർ ഈ ഡ്രഗ് യൂസിങ്, അതുപോലെ തന്നെ ഇത്തരം മരിജുവാന, കഞ്ചാവ് കേസിലൊക്കെ പ്രതികളായി ഇരിക്കുന്നത് കാണാം. അപ്പം അത്തരം കേസുകളൊക്കെ ഒരു സമപ്രായക്കാരനെ കുറ്റത്തിലേക്ക് ക്ഷണിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി മൂന്നാമതായി മെഡിക്കേഷനാണ്. അഥവാ പ്രതിവിധിയായി ചെയ്യുന്നൊരു സംഭവങ്ങളാണ്. അഥവാ ഒരുത്തനൊരു ഡ്രഗ് യൂസ് ചെയ്യുക, അതുകൊണ്ട് ധാരാളം പരിണിത ഫലങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം അവൻ്റെ മൈൻഡിനെ പിടിച്ചാൽ കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ അവന് ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവസ്ഥ ഒരുക്കും എന്നുള്ളതാണ്. ഇനി നാലാമതായി പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയപരമായിട്ട് ധാരാളം കാരണങ്ങൾക്ക് വേണ്ടി ഒരുത്തനൊരു ക്രൈം ചെയ്യും. ഈ രാഷ്ട്രീയം എന്നുള്ളത് റൂട്ട് ഓഫ് ആൾ പ്രോബ്ലംസ് എന്നതാണ്. എല്ലാ പ്രോബ്ലംസിൻ്റെയും വേരാണ് ഈ രാഷ്ട്രീയമായിട്ട്. ധാരാളം ഈ സമൂഹത്തിലൊക്കെ സ്ഥാനം കിട്ടാൻ വേണ്ടിയൊക്കെ അവൻ ധാരാളം കുറ്റം ചെയ്യും എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായി ഫെയ്ത്ത്, അതായത് റിലീജിയസും കൾച്ചറൽ ഇഷ്യൂസിനൊക്കെ വേണ്ടി അവൻ കുറ്റം ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആറാമതായി ഫാമിലി കണ്ടീഷനാണ്. നമ്മളൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണെങ്കിൽ നമുക്ക് ജീവിത സാഹചര്യങ്ങളെല്ലാം മോശമാണെങ്കിൽ നാം അതിനെ തരണം ചെയ്യാൻ വേണ്ടി ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യും. അത് സമൂഹത്തിന് മോശമായി പരിണിത ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി ഏഴാമതായിട്ട് സൊസൈറ്റിയാണ്, സമൂഹം. അഥവാ നമ്മൾ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്സ് ആൻഡ് എ റീസണബിൾ ലെവൽ ഓഫ് ലിവിങ് ആർ പ്രൈസ്ഡ് മോർ ദാൻ ഹൈലി മണി. അഥവാ ഇന്നത്തെ കാലത്ത് ഈ ബന്ധങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കുറ്റങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ സമൂഹത്തിലുള്ള നോംസ്, സ്റ്റാൻഡേർഡ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ധാരാളം ഓരോരുത്തരും കുറ്റങ്ങൾ ചെയ്യുന്നുള്ളതാണ്. ഇനി എട്ടാമതായിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഈ ഒരു ഫാക്റ്റ് പ്രകാരം 30% ഓഫ് ഇൻഡിവിജ്വൽസ്, 30% ആളുകളും ലോകത്ത് പണിയില്ലാത്തവരാണ്. അപ്പോൾ പണിയില്ലാത്തത് കൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങളെല്ലാം മോശമായിരിക്കും. അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഇനി 9ാമതായിട്ട് ഡെപ്രിവേഷനാണ്, അഥവാ ദാരിദ്ര്യം. അപ്പോൾ നമ്മൾ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ അവന് അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെ തരണം ചെയ്യാനൊക്കെ ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. ഇനി 10ാമതായിട്ട് അൺഫെയർ ജുഡീഷ്യൽ സിസ്റ്റം, അഥവാ അവനെതിരെ കോടതി നല്ലതല്ലാത്തൊരു തീരുമാനങ്ങൾ എടുത്തു. അത്തരം കാര്യങ്ങളൊക്കെ അവനെ നന്നായി ട്രീറ്റ് ചെയ്തില്ല ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ അവൻ ഓരോ ഇൻഡിവിജ്വലും കുറ്റകൃത്യം ചെയ്യുന്നുള്ളതാണ്. ഇനി ശേഷം പറയുന്നത് ധാരാളം കേസുകളും അതിനുള്ള ജഡ്ജ്മെൻറ്റ് ഓഫ് കോർട്ടുമാണ്. അപ്പോൾ അതത്ര പ്രാധാന്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് സ്വയം ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. താങ്ക് യു ഗൈസ്.